മക്കളെ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് കറണ്ട് അഫയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെയാണ്. എന്ന് വെച്ചാൽ നോക്കി അവിടെ സിലബസ് ഡീകോഡ് ചെയ്യുമ്പോൾ അവിടെ സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, മാത്സ് 25 മാർക്ക്, റീസണിങ് 30 മാർക്ക്, GK 20 മാർക്ക്, ഇങ്ങനെ വരുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ആ 20 മാർക്കിൽ 8 മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരായിരിക്കും? കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. റാങ്ക് നിർണ്ണയിക്കുന്ന ആരാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം മാത്സ്, റീസണിങ് എല്ലാവരും ഏകദേശം ഒരേപോലെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. കാര്യം എല്ലാവരും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് ഒരേ റേഞ്ചിലായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരാൾക്ക് പ്ലസ് ഫാക്ടർ കൊടുക്കുന്നത് അല്ലെങ്കിൽ റാങ്കിലേക്ക് കയറി വാടാ മോനെ എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുന്നത് ആരായിരിക്കും? കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും. കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ അനലൈസ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് വന്ന മേഖലകൾ വെച്ചാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. നോക്കുക, നമ്മൾ അവിടെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു 15 ഹോട്ട് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ആ 15 ഹോട്ട് ടോപ്പിക്സ് പഠിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ഒന്ന് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് റെസിഗ്നേഷൻ ആണ്. അതായത് ഇന്ന് ഇന്ത്യയിലെ ഓരോ പദവികളിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്, ആരൊക്കെയാണ് അപ്പോയിന്റ്മെന്റ്, ഓരോ പദവികളിലും ആരൊക്കെ ഇരിക്കുന്നു, മാത്രമല്ല ആരൊക്കെയാണ് റീസെന്റ് ആയിട്ട് റിസൈൻ ചെയ്തത്, ഇറങ്ങിപ്പോയത് ആരൊക്കെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. രണ്ട്, അവാർഡ്സ്, നാഷണൽ അവാർഡ്സ്, ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അവാർഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നൊബേൽ പ്രൈസ് വരും, ഓസ്കാർ പ്രൈസ് വരും, അങ്ങനെ ഇപ്പൊ നടന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ്സ്, ഇപ്പൊ കഴിഞ്ഞ ജ്ഞാനപീഠം ആയിക്കോട്ടെ, അതേപോലെ തന്നെ പത്മ അവാർഡ്സ് ആയിക്കോട്ടെ, നാഷണൽ ഫിലിം അവാർഡ്സ് ആയിക്കോട്ടെ, അതൊക്കെ മസ്റ്റ് ആയിട്ട് ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ച് പഠിച്ചു പോവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം നാഷണൽ ഫിലിം അവാർഡ്സ് നോക്കുക, അത് കഴിഞ്ഞ് ഒരു ദിവസം ഓസ്കാർ നോക്കുക, ഒരു ദിവസം നൊബേൽ നോക്കുക, അത് കഴിഞ്ഞ ഒരു ദിവസം ലിറ്റററി അവാർഡ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെ അവാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് അവാർഡ്സ്. ഓക്കെ, അടുത്ത് നോക്കുക ബിസിനസ് ആൻഡ് എക്കണോമി. ഇപ്പൊ എക്കണോമി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ GDP എത്രയാണ്, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എത്ര ശതമാനം കൂടി, മാത്രമല്ല ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, ഓരോ ബാങ്കിന്റെയും ഒരു വർഷത്തെ ലാസ്റ്റ് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, റിപ്പോ റേറ്റ് എങ്ങനെയാണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എങ്ങനെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് ആണ്, അവിടെ നമുക്ക് 1 മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, മാത്രമല്ല അവിടെ എക്കണോമിക് സർവേ ഞാൻ നേരത്തെ പറഞ്ഞ ആ മേഖലകൾ, മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ 2025 ബജറ്റ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ GST റേറ്റ് ഒക്കെ റിവൈസ് ആവാൻ പോവുകയാണ്. അപ്പൊ GST കൗൺസിലിലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇപ്പോൾ ലാസ്റ്റിലെ പ്രധാനപ്പെട്ട ഇറങ്ങിയ ബുക്ക് ഏതൊക്കെയാണ്, അത് ആരാണ് എഴുതിയത്, അതൊക്കെ ഒന്ന് നോക്കാം. മാത്രമല്ല പഴയ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അവിടെ മാർക്ക് ഉറപ്പിക്കാം. then അത് കഴിഞ്ഞ കമ്മിറ്റീസ് ആൻഡ് റെക്കമെൻഡേഷൻ, ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റീസ് ഏതൊക്കെയാണ്, അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. then അത് കഴിഞ്ഞ പീപ്പിൾ ആൻഡ് പ്ലേസസ് ഇൻ ന്യൂസ്. ഓക്കെ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രാധാന്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവർ ഏത് മേഖലയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നല്ല കാര്യങ്ങളാവാം, വിവാദങ്ങളാവാം. ഓക്കെ, അത് കഴിഞ്ഞ ഡിഫൻസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പോയിന്റ്മെന്റ്സിനകത്ത് വരുന്ന ആരൊക്കെ ഏതൊക്കെ പൊസിഷൻ ഹെൽഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് മിലിറ്ററി എക്സസൈസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് മിലിറ്ററി എക്സസൈസ്. ഓരോ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ നടത്തിയ മിലിറ്ററി എക്സസൈസ് ഏതൊക്കെയാണ്, ബൈലാറ്ററൽ എക്സസൈസ് ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഡേയ്സ് ആൻഡ് ഇവന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ്, ഡേയ്സ് ആൻഡ് ഇവന്റ് 2025 ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതിന്റെ തീംസ് എന്തൊക്കെയാണ് ഒന്ന് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സ്കീംസ്, സെൻട്രൽ ഗവൺമെന്റ് പ്രധാനപ്പെട്ട സ്കീംസ്, അത് 1 മാർക്ക് പക്കയായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. then അത് കഴിഞ്ഞ സ്പോർട്സ് ഏതൊക്കെയാണ്, ഇപ്പോൾ IPL ആയിക്കോട്ടെ, WPL ആയിക്കോട്ടെ, ISL ആയിക്കോട്ടെ, then വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കഴിഞ്ഞ ഫിഫ ആയിക്കോട്ടെ, ഒളിമ്പിക്സ് ആയിക്കോട്ടെ, അതൊക്കെ നോക്കി വെച്ചേക്കുക. ലാസ്റ്റ് നടന്ന ഗെയിം ഇവന്റ്സ് ഒക്കെ മൊത്തം ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, ഒന്ന് ഡീപ്പായിട്ട് നോക്കിയില്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ഓപ്ഷൻ ഇന്ന് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നൊബേൽ ആൻഡ് ഓസ്കാർ, നേരത്തെ പറഞ്ഞായിരുന്നു. ISROയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISR ആയിക്കോട്ടെ, സ്പേസ് എക്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ലാസ്റ്റ് നടന്ന ലോഞ്ചസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത് കഴിഞ്ഞ പ്രധാനപ്പെട്ട സമ്മിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ആയിക്കോട്ടെ, G20 ആയിക്കോട്ടെ, അപ്പൊ അതേപോലുള്ള സമ്മിറ്റ്സ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. then അത് കഴിഞ്ഞ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, ഓരോന്നിലും ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, ഓരോന്നിലും ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് എവിടെ നിൽക്കുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. 2025 ഇന്ത്യയിൽ അനുഭവിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ട സൈക്ലോൺസ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും രൂപം കൊണ്ട സൈക്ലോൺസ് നോക്കുക. അത് കഴിഞ്ഞ് IT റിലേറ്റഡ് CA, പ്രത്യേകിച്ച് AI എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് പുതുതായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം നോക്കുക. അപ്പൊ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഡാഷ് അങ്ങനെ കുറെ സാധനങ്ങളില്ലേ, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചാൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒരു 7 മാർക്ക് മുതൽ 8 മാർക്ക് വരെ നമുക്ക്
എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതേ പ്ലസ് മറ്റൊരു ടോപ്പിക് ഉണ്ട്, റീസെന്റ് ആയിട്ട് വന്ന നാഷണൽ പാർക്ക്, റീസെന്റ് ആയിട്ട് വന്ന ടൈഗർ റിസർവ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അവിടെ നമുക്ക് കത്തിക്കാം. ഓക്കെ, ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് ഏതാണ്ട് 71 മാർക്കാണ്. നോർമലൈസേഷന് ശേഷം വന്ന കട്ട് ഓഫ്. ചെന്നൈ സോൺ എടുക്കുകയാണെങ്കിൽ 71 മാർക്കാണ്. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ്? 1.5 മണിക്കൂറാണ് എക്സാം സമയം. 1.5 മണിക്കൂർ. ഇപ്പൊ ഈ 1.5 മണിക്കൂറിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഡി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഗ്രൂപ്പ് ഡി ഞാൻ ഭയങ്കര എളുപ്പമൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ്. മാത്രമല്ല ഇതിന് ഫിസിക്കലുണ്ട്. അപ്പൊ ഒരുപാട് പേർക്കൊന്നും ഫിസിക്കലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിങ്ങളുടെ സാധ്യത കൂടുകയാണ്. അപ്പൊ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പൊ ചെന്നൈയൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,63,000 വേക്കൻസി ആൾക്കാരാണ് UR കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. 1083 വേക്കൻസി ഉണ്ട്. ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന 250 ഒരാൾക്ക് ജോലിയാണ് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു സാധ്യതയുണ്ട്. അപ്ലൈ ചെയ്തേക്കുന്ന 250 ഒരാൾക്ക് ജോലി നിലവിലെ വേക്കൻസി വെച്ച് നോക്കുമ്പോൾ അവിടെ നിങ്ങളുടെ സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജോലി സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ സിംപ്ലി ഇത്ര പറയാം. ഇപ്പൊ കഴിഞ്ഞ NDPCയുടെ വേക്കൻസി എത്രയാണ്? NDPCയുടെ ഗ്രാജുവേറ്റിന്റെ വേക്കൻസി 8113 ആണ്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3445 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അത് കഴിഞ്ഞ CGL നോക്കുകയാണെങ്കിൽ CHSL നോക്കുകയാണെങ്കിൽ 3131 വേക്കൻസി. CGL ആണെങ്കിൽ 14,582 വേക്കൻസി. ദെൻ അത് കഴിഞ്ഞ് MTS നോക്കുകയാണെങ്കിൽ 5,464 വേക്കൻസി. എന്ന് വെച്ചാലും NDPC, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, CGL, CHSL, MTS ഈ 5 പരീക്ഷ കൂട്ടിയാൽ പോലും 34,000 വേക്കൻസി വരത്തുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പ് ഡിക്ക് നിലവിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ട്? 32,000 വേക്കൻസി ഉണ്ട്. അത് എത്ര വരെ കൂടും? ഏറ്റവും ചുരുങ്ങിയത് 50,000 വരെ കൂടും. ഓക്കെ, അതായത് സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ 5 പരീക്ഷകൾ ചേർത്ത് വെച്ചാൽ ഏതൊക്കെയാണ്? NDPC, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, CGL, CHSL, MTS ഇത്രയും ചേർത്ത് വെച്ചാൽ പോലും ഏതിന്റെ അത്ര വേക്കൻസി വരുന്നില്ല? ഗ്രൂപ്പ് ഡിയുടെ അത്ര വേക്കൻസി വരുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ അവസരം ഇരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ചാൻസ്. ഫിസിക്കലുണ്ട്. എത്ര പേർക്ക് ഫിസിക്കലി ക്ലിയർ ചെയ്യാൻ പറ്റും? ഈ അപ്ലൈ ചെയ്തേക്കുന്നതിൽ എത്ര പേര് പഠിക്കുന്നുണ്ട്? ഇപ്പൊ നോർമൽ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന 10% ആൾക്കാരാണ് പഠിക്കുന്നത്. നിങ്ങൾ ഏത് എക്സാം വേണം എടുത്തോ, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏത് എക്സാം എടുത്താലും അപ്ലൈ ചെയ്തേക്കുന്ന 10% ആൾക്കാർ മാത്രമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. സോ 250ന്റെ 10% 25 ആണ്. പഠിക്കുന്ന 25 പേര് കാണും. അതിനകത്ത് കുറച്ച് ആൾക്കാർ 10 പേര് എങ്ങോട്ട് പോകും? ബാക്കിയുള്ള ജോലികളിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ NDPC ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, SSC എക്സാംസ് ആയിക്കോട്ടെ, അതൊക്കെ കിട്ടി അങ്ങ് പോകും. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുമെന്ന് ഒരു നിർബന്ധമില്ല. വേറെ സ്റ്റേറ്റിലും ബാക്കിയൊക്കെ ആയിരിക്കും. കുറെ പേര് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ജോലി അങ്ങ് വേണ്ടെന്ന് നോക്കിയും. അതിനുശേഷം കുറെ ആൾക്കാർ ഫിസിക്കൽ അങ്ങ് പോയി കിട്ടും, കുറെ ആൾക്കാർ മെഡിക്കൽ അങ്ങ് പോയി കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങളുടെ സാധ്യത ഒരുപാട് കൂടുതലാണ്. പ്രൊമോഷൻ ചാൻസ് നന്നായിട്ടുണ്ട്. സോ പഠിച്ചു തുടങ്ങിക്കോ. ഇതുവരെ എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇനി നിങ്ങൾ ശ്രമിച്ചാൽ പോലും, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇനി അറ്റംപ്റ്റ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും. സോ ബ്രേക്ക് കൊടുക്കാതെ, പറ്റുമോ ഇല്ലേ ഒന്നൊന്നും ചിന്തിക്കാതെ, ഓണം ക്രിസ്മസും ബാക്കി എല്ലാം വന്നിട്ട് പോവും. അതൊന്നും നിങ്ങൾ നോക്കാതെ എന്ത് ചെയ്യുക? പ്രിപ്പറേഷന് നിങ്ങൾ ഫോക്കസ് ചെയ്തോ, അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചോ. ഇത്രയും സാധ്യത നിങ്ങളുടെ മുമ്പിലേക്ക് കിടക്കുകയാണ്, ഇത്രയും വേക്കൻസി നിങ്ങളുടെ മുമ്പിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയിലൊന്ന് ഫസ്റ്റ് ഫോക്കസ് ചെയ്തോടാം. അപ്പോൾ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എക്സാമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എക്സാമിനെ മനസ്സിലാക്കുക. ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചില ആൾക്കാരുണ്ട് GK മൊത്തം കുത്തിയിരുന്ന് പഠിക്കും ഗ്രൂപ്പ് ഡി എക്സാമിന്. എന്തിനാണ്? മാക്സിമം പോയാൽ 12 മാർക്കായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. ഈ 12 മാർക്കിന് അവന്റെ പഠിത്തത്തിന്റെ പകുതി മാറ്റി വയ്ക്കും. ഒരു കാര്യമില്ല. അവിടെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം കോമ്പറ്റീഷൻ ലെവൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വെറും അപ്ലൈ ചെയ്തേക്കുന്ന 250 ഒരാൾക്ക് വേക്കൻസി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്റെ സാധ്യത എത്രത്തോളം വലുതാണ്. ആലോചിച്ച് നോക്കി. ഒരു LD പരീക്ഷയുടെ കോമ്പറ്റീഷൻ എത്രയാണെന്നറിയാം? ഒരു LD പരീക്ഷയുടെ കോമ്പറ്റീഷൻ അപ്ലൈ ചെയ്യുന്ന 1000 ഒരാൾക്ക് ജോലിയാണ്. അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ അപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് 2500 ഒരാൾക്ക് ജോലിയാണ്. CGLൊക്കെ ആണെങ്കിൽ 10,000 ഒരാൾക്ക് ജോലിയാണ്. പക്ഷെ ഇത് 250 ഒരാൾക്ക് ജോലി. ഇതാണ് നിങ്ങളുടെ സാധ്യത. അത് നിങ്ങൾ മനസ്സിലാക്കുക, എഫേർട്ട് കൊടുക്കുക. എന്നിട്ട് ചുമ്മാ മടിപിടിച്ചിരിക്കാതെ പ്രിപ്പയർ ചെയ്തോ, കയറി പോകാം നിങ്ങൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഒരു ടൈമർ എടുത്ത് വെക്കുക. എല്ലാ ദിവസവും 6 മണിക്കൂർ 5 മണിക്കൂർ കുത്തിയിരുന്ന് അങ്ങ് പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ദൈവം നമുക്കൊന്നും കൂടുതൽ തന്നിട്ടില്ല, ഒന്നും കുറവ് തന്നിട്ടില്ല. അവനെ കൊണ്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റും. എന്ത് ചെയ്താൽ മതി? അതിന്റെ പുറകെ ഇരുന്ന് പഠിച്ചാൽ മതി. സോ പഠിച്ചു തുടങ്ങിക്കൂടാ. സ്ട്രാറ്റജി മനസ്സിലാക്കി, അവസരം മനസ്സിലാക്കി, ആ അവസരം നന്നായിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, ജോലിയിലേക്ക് കയറാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ അൾട്ടിമേറ്റ് ക്രാഷ് ബാച്ച്. ഓക്കെ, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ലാസ്റ്റ് ക്രാഷ് ബാച്ച് ആണ് ഗ്രൂപ്പ് ഡിയുടെ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ഓക്കെ, കോൺടാക്ട് ചെയ്തോ.
ജോലി ഉറപ്പിച്ചോ, ആഞ്ഞു പഠിച്ചോ. ഇവിടെ ഒരു ക്രാഷ് മാച്ച് ആണ്. അതിനകത്ത് മാത്സ്, റീസണിങ്, ദെൻ സയൻസ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. GK കുറച്ചേ കാണത്തുള്ളൂ, ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, പഠിച്ച് ജോലിയിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാത്തിരിക്കേണ്ട, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോടെ നമുക്ക് ക്ലാസ്സിൽ കാണാം.